വർഷയും ശ്രീകാന്തും ആ വീട്ടിൽ താമസിക്കാനായി വന്നിരിക്കുകയാണ്. ചന്ദ്രമതി വർഷ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കി നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ്. എന്ത് ഡ്രസ്സാ മോളെ ഇത്? നീ എന്താ സാരി എടുക്കാത്തത്? അങ്ങനെ ചന്ദ്ര ചോദിക്കുമ്പോ, എന്തിനാ ആന്റി വീട്ടിൽ നിൽക്കുമ്പോൾ സാരിയൊക്കെ എടുക്കുന്നേ? ഞാനെന്താ ഏതെങ്കിലും ഫംഗ്ഷന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് വർഷ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, ഈ വീട്ടില് ഒരു സമ്പ്രദായമുണ്ട് എന്നൊക്കെ ചന്ദ്ര പറയുമ്പോ, നിർബന്ധമായും സാരി ഉടുക്കണോ ആന്റി? ഈ ഡ്രസ്സ് പോരെ? നൈറ്റ് ആയില്ലേ? എനിക്ക് ഒരുപാട് നേരം സാരി ഉടുത്ത് നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല ആന്റി. എന്തോ പോലെയാവും. എന്ന് വെച്ച് ചടങ്ങൊക്കെ ഉണ്ടാവുമ്പോൾ സാരി ഉടുക്കാതിരിക്കാൻ പറ്റുമോ മോളെ? നീ പോയി സാരി ഉടുത്തിട്ട് വാ എന്നാവശ്യപ്പെടുന്നുണ്ട് ചന്ദ്രമതി. എൻ്റെ കയ്യിൽ ഒരു സാരി ഉണ്ട്, പക്ഷേ ഞാനത് ഉടുക്കാൻ നോക്കിയാലേ ഒരുപാട് നേരമാവും. അങ്ങനെ വർഷ പറയുന്നത് കേട്ടോണ്ട് രേവതി അവിടേക്ക് വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ നിനക്ക് സാരി ഉടുപ്പിച്ചു തരാം വായെന്ന് രേവതി വിളിക്കുമ്പോ, നിന്നോടിപ്പോ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോടി, ഞാൻ പറഞ്ഞ പണി നീ പോയി ചെയ്യ് എന്ന് പറഞ്ഞ് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ആന്റി, രേവതി ഏട്ടത്തി എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ വന്നേ, അതിന് ആന്റിക്ക് എന്താ പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട് വർഷ. അതിന് നമ്മുടെ വീട്ടില് നല്ലൊരു ബ്യൂട്ടീഷ്യൻ ഇരിക്കുവല്ലേ മോളെ, ശ്രുതി. വർഷയാണ് ഈ ചുരുക്ക്. ബ്രൈഡൽ മേക്കപ്പ് ചെയ്തു കൊടുക്ക്, പിന്നെ ഇവൾക്ക് സാരി ഉടുപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ ചന്ദ്രമതി ആവശ്യപ്പെടുന്നുണ്ട്. ശരി, ഞാൻ പോയി സാരി എടുത്തിട്ട് വരാം. എനിക്ക് ബ്രൈഡൽ മേക്കപ്പ് ഒന്നും വേണ്ട, സിമ്പിൾ ആയാ മതി എന്ന് പറഞ്ഞ് വർഷ തന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയം ചന്ദ്രമതി വർഷയുടെ കുറ്റങ്ങളൊക്കെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ ശ്രുതി മോളെ, അവൾ സാരി ഉടുക്കണോ ആന്റിന്ന് എന്നോട് വന്ന് ചോദിക്കുക. ഇവളുടെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ന് ചന്ദ്ര പറയുമ്പോ, ആന്റി ഇപ്പോ ഇത്ര ശബ്ദത്തിൽ സംസാരിക്കണ്ട, അവള് കേൾക്കണ്ട. കുറച്ചു നേരം മെല്ലെ സംസാരിച്ചാ മതി, അതാ ആന്റിക്ക് നല്ലത് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. അതും ശരിയാണ്, പക്ഷെ ഇവള് പറയുന്ന കാര്യങ്ങളൊന്നും എനിക്കത്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഈ 2K കുട്ടികളൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും? നീ മലേഷ്യന്ന് വന്നിട്ടും ഇവിടത്തെ ആചാരങ്ങളൊക്കെ നിനക്കറിയാം മോളെ, പക്ഷെ ഇവളെന്താ കേരളത്തിൽ ജീവിച്ചിട്ടും ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി. അതെ ആന്റി, അവള് കുറച്ചധികം ഓവറായി സംസാരിക്കുന്നത് ഞാനും ശ്രദ്ധിച്ചു, അവൾ ഒട്ടും കൊള്ളില്ല എന്നൊക്കെ ശ്രുതി പറയുമ്പോ വർഷ സാരി എടുത്തോണ്ട് അവിടേക്ക് വരുന്നുണ്ട്. അത് മനസ്സിലാക്കിയ ചന്ദ്രമതി, വർഷമോള് വെറും പാവമാണ്, അവളുടെ അമ്മ പറഞ്ഞു കൊടുക്കാതെ വളർത്തിയതിന്റെ കുഴപ്പം മാത്രമേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ മോളെല്ലാം പഠിച്ചോളും, നീ പോയി വർഷയാണ് ഈ ചുരുക്ക് എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ഇതെന്താ ആന്റി, അവളില്ലാത്തപ്പോ അവളുടെ കുറ്റം പറഞ്ഞിട്ട് അവള് മുന്നിലേക്ക് വന്നപ്പോ നല്ലത് പറയുന്നു, അപ്പൊ ഞാനില്ലാത്ത സമയം ആന്റി എന്റെ കുറ്റവും പറയുന്നുണ്ടാവില്ലേ എന്നൊക്കെ ശ്രുതിക്ക് ഡൗട്ട് ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ശ്രുതി വർഷയെ ഒരുക്കി ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര പെർഫെക്റ്റ് ആയിട്ടാ നിങ്ങൾ സാരി ഉടുപ്പിച്ചു തന്നെ, ഇതെങ്ങനെയാ എന്ന് വർഷ ചോദിക്കുമ്പോ, എന്റെ ജോലി ഇത് തന്നെയാണല്ലോ വർഷ എന്ന് പറയുകയാണ് ശ്രുതി. അല്ല, മലേഷ്യയില് നിങ്ങളുടെ വീട് എവിടെയാ? എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു, അതാ ചോദിച്ചത് എന്ന് വർഷയുടെ ചോദ്യം കേട്ട് ശ്രുതി ആകെ ഷോക്കായി ഇരിക്കുവാണ്. അത് മലേഷ്യയിലെ സിറ്റിയിലാ എന്ന് ശ്രുതി പറഞ്ഞപ്പോ, സിറ്റിയിലോ? സിറ്റിയിൽ എവിടെയാ? അവിടെ എയർപോർട്ടിനടുത്താ. അത് സ്ഥലം പറഞ്ഞാൽ നിനക്കറിയില്ല എന്ന് ശ്രുതി പറയുമ്പോ, അത് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചാൽ അറിയാലോ എവിടെയാ നിങ്ങളുടെ സ്ഥലം എന്നൊക്കെ വർഷയുടെ ചോദ്യം കേട്ട്, ഇവളെനിക്ക് പ്രശ്നം ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? വായടക്ക് വർഷ, എനിക്ക് ലിപ്സ്റ്റിക് ഇടണം, എന്നോടൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി അവളുടെ വായടപ്പിക്കുന്നുണ്ട്. ശേഷം ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. സിസ്റ്റർ, നിങ്ങളോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. രേവതി ഏട്ടത്തി വളരെ പാവമാണ്, എനിക്കും ശ്രീക്കും വേണ്ടി ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അവളുടെ പാവം കണ്ട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. പക്ഷേ അവളുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ സച്ചി, അവൻ ഒട്ടും കൊള്ളില്ല, രേവതിക്കൊട്ടും മാച്ച് അല്ല അവൻ. മാനേഴ്സും ഇല്ല, ഡീസെന്റും അല്ല. ഇങ്ങനൊരാളുടെ കൂടെ രേവതി ഏട്ടത്തി എങ്ങനെ ജീവിക്കും? അയാൾ ഗുണ്ടയാണെന്നാ തോന്നുന്നേ. ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഹസ്ബൻഡിനൊപ്പം എങ്ങനെ ജീവിക്കാൻ പറ്റും? രേവതിക്ക് ഡിവോഴ്സ് വാങ്ങി നമ്മൾ കൊടുക്കണം, എന്നിട്ട് ഫ്രീഡം വാങ്ങി കൊടുക്കാം. രേവതിക്ക് വേറെ നല്ല ഹസ്ബൻഡിനെ കിട്ടും എന്നൊക്കെ വർഷ പറയുന്നത് കേട്ട് ശ്രുതി ആകെ ഷോക്കായി നിൽക്കുവാണ്. ഇതൊക്കെ വാതിൽക്കൽ നിന്നും കേട്ടോണ്ട് നിൽക്കുവാണ് ശ്രുതി. സച്ചിയെയും രേവതിയും ഇവള് പിരിക്കാൻ നോക്കുവാണല്ലോ. ഇനി എന്റെ കഥ അറിഞ്ഞ എന്നെയും ശ്രുതിയും തമ്മിൽ ഇവള് ഡിവോഴ്സ് ചെയ്യിപ്പിക്കുമല്ലോ, ഇവളെ സൂക്ഷിക്കണം എന്നൊക്കെ മനസ്സിൽ പറയുന്നുണ്ട് ശ്രുതി. വർഷ, ഇന്ന് നിന്റെ സ്പെഷ്യൽ ഡേ ആണ്, അപ്പോ അക്കാര്യം മാത്രം നീ ആലോചിച്ചാൽ മതി എന്ന് ശ്രുതി പറയുമ്പോ, അല്ല നിങ്ങളുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ എന്ന് വർഷ ചോദിക്കുകയാണ്. അവനെ ഒരു കാർ ഷോറൂമിൽ സെയിൽസ് മാനേജറായി വർക്ക് ചെയ്യുവാണ്. ഡിഗ്രി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, നീ അത് കണ്ടില്ലേ
കണ്ടിരുന്നു. ആക്ച്വലി ഞാനും ശ്രീയും ഒരു കാർ വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഷോറൂമിൽ നല്ല പ്രൈസിന് കാർ സെലക്ട് ചെയ്ത് തരില്ലേ? അത് കേട്ട് ശ്രുതി ആകെ വല്ലാതായി നിൽക്കുവാണ്. ഇതെന്ത് ചോദ്യമാ വർഷ? ഉറപ്പായും ചെയ്തു തരും. ഞാൻ ശ്രുതിയോട് പറയാം, നിങ്ങൾ അങ്ങോട്ട് ചെല്ല് എന്ന് പറയുകയാണ് ശ്രുതി. അപ്പോ അദ്ദേഹത്തിന്റെ കാർ ഷോറൂമിൽ പോയി ഞങ്ങൾ സംസാരിക്കാം എന്ന് വർഷ പറഞ്ഞത് കേട്ട്, അയ്യോ എനിക്ക് ജോലിയില്ലെന്നറിഞ്ഞ ഇവള് നമുക്കും ഡിവോഴ്സ് വാങ്ങി തരുവല്ലോ എന്നൊക്കെ ശ്രുതി ആലോചിച്ചു നിൽക്കുവാണ്. ഉടനെ ശ്രുതിയെ വിളിച്ച് തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആ വർഷയ്ക്ക് മേക്കപ്പ് ചെയ്തു കൊടുത്തതൊക്കെ മതി. എത്ര മേക്കപ്പ് ചെയ്താലും നീ തന്നെയാ അവളെക്കാളും സുന്ദരി. എന്റെ ഭാര്യയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ഇവിടുത്തെ 2 മരുമക്കളും എത്തില്ല ശ്രുതി എന്നൊക്കെ പറയുകയാണ് ശ്രുതി. അതേസമയം ശ്രീകാന്ത് സച്ചിയുടെ അടുത്തേക്ക് വന്ന് കരഞ്ഞു മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് ഏട്ടനോടുള്ള സ്നേഹത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. ഏട്ടൻ എന്നെ എത്രയോ തവണ അടിച്ചിരിക്കുന്നു. എന്നാലും എനിക്ക് ഏട്ടനെ അത്രയും ഇഷ്ടമാണ്. അങ്ങനെ ശ്രീകാന്ത് കരഞ്ഞു പറഞ്ഞിട്ടും സച്ചി നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്.